മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാൽ ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററൊക്കെ തന്നെ കിടക്കണേ. പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ഓയിൽസീലോ കാര്യങ്ങൾ ലീക്കൊന്നുമില്ല. അത് ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ഓക്കെയാണ്. വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളർ ബോസ് ഡ്രൈവ് അതൊക്കെ ആയാലും ഓക്കെയാണ്. വേറെ പ്രോബ്ലംസും ആയിട്ടൊന്നുമില്ല. ബാക്കിലത്തെ ക്ലച്ച് യൂണിറ്റ് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി സർവീസിലുള്ളതാണ്. നമുക്ക് സർവീസിൽ ഗ്രീസ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. നമുക്ക് കിക്കർ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് ടൈറ്റായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഈ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ചോക്ക് കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് ഔട്ടർ വലിഞ്ഞ് കയറുന്നു കേട്ടോ. അപ്പോൾ ചോക്ക് പൊടിക്ക് ഇങ്ങനെ ഓണായിട്ട് നിന്ന കണ്ടീഷൻ ഓടിക്കൊണ്ടിരുന്നത്. അത് ഇവിടെ നോക്കുമ്പോഴായാലും ചോക്കിൻ്റെ കേബിൾ ഇത് ഇവിടെ പൊട്ടി നിൽക്കണേ. അപ്പോൾ അത് ഒന്ന് മാറ്റി കളയണം. അതേപോലെ തന്നെ സെൽഫ് ചില സമയങ്ങളിൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നത് സെൽഫ് സ്വിച്ചിൻ്റെയാണ്. ആ സ്വിച്ചും മാറിയിടണം കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ ആയാലും പ്ലഗ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റണുള്ളൂ. ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സസ്പെൻഷനായാലും ഫ്രണ്ട് ലിങ്കർ സസ്പെൻഷനൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ കുഷ്യൻ അസംബ്ലിയുടെ ബുഷ് മാത്രം കംപ്ലയിൻ്റ് ഉണ്ട്. അത് പെട്ടെന്ന് ഓവലായി പോയിട്ടുണ്ടോ, വളരെ ഫ്രീ ആയിക്കാണ്. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം. പിന്നെ ബ്രേക്ക് കേബിളായാലും കുഴപ്പമൊന്നുമില്ല. സ്പീഡോമീറ്റർ ആയാലും നമുക്ക് വർക്കിങ്ങാണ്. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് നോക്കണുണ്ട്. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.65 ആ റേഞ്ചിൽ വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കേണ്ടതാണ്. കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കണം. നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കോൺടാക്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രശ്നം കാണിക്കും. ടെർമിനലിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നം കാണിക്കാറുണ്ട്. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കംപ്ലയിൻ്റ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സെൽഫിൻ്റെ പ്രശ്നം എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അതിൻ്റെ സെൽഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചാൽ വാറണ്ടിക്ക് ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. നമുക്ക് കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നുണ്ട്. ചില ലൂസ് കോൺടാക്റ്റിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട്. ഇപ്പോൾ ടെർമിനലൊക്കെ ഒന്ന് അയച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ടേക്കാം. വീണ്ടും ഇങ്ങനെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ബാറ്ററി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബാറ്ററി കാരണം നമ്മളിതിനകത്ത് ചെറിയൊരു വാല്യൂ വേരിയേഷൻ കാണിച്ചാൽ പോലും മീറ്ററിനകത്ത് അത് ഡാമേജ് ആയിട്ടേ കാണിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ എന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്ററും പ്ലഗിൻ്റെ ദിവസം പറഞ്ഞിരുന്നു. നമുക്കൊന്ന് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തതാണ്. നമുക്ക് മാറ്റേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ സെൽഫിൻ്റെ സ്വിച്ച് മാറ്റിയിടുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചോക്കിൻ്റെ കേബിൾ മാറ്റാനുണ്ട്. ഇത്രയും കേസുണ്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട് ചെയ്യണ വർക്കുകൾ. പിന്നെ ജനറലായിട്ടുള്ള സർവീസും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്സപ്പിൽ തരാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.